ഹായ് ഓൾ. നമ്മുടെ മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ സിങ് പിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് 5ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഈ ചെയ്യുന്നത്. 4 എപ്പിസോഡുകൾ നമ്മൾ ചെയ്തു. 5ാമത് പറഞ്ഞാൽ അപ്ഡേറ്റ്സ് ആയിട്ടാണ് ചെയ്തത്. അത് എല്ലാവർക്കും കൂടെ അറിയാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്തത്. ഇത് മെമ്പേഴ്സിന് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ്. അപ്പം അത് നമ്മൾ 5ാമത്തെ എപ്പിസോഡാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇന്നിപ്പോൾ നമ്മുടെ കയ്യിലുള്ള കുറച്ച് സ്റ്റോക്കുകൾ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്. ഞാൻ ഈ സ്വിങ് അപ്ഡേറ്റ്സ് തുടങ്ങുമ്പോൾ നിങ്ങളുടെ മെമ്പേഴ്സിനോട് എല്ലാവരും ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ കൃത്യമായി 10 മുതൽ 15% 20% വെച്ച് പ്രോഫിറ്റ് നിങ്ങൾ ബുക്ക് ചെയ്യണം. നിങ്ങൾ ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യരുത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. അത് അനുസരിച്ചവർക്ക് നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള കുറച്ച് സ്റ്റോക്കുകൾ ഡൗൺ ട്രെൻഡിലാണ്. അത് നമുക്കറിയാം. ഇപ്പോൾ നിലവിൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ്. അപ്പം ഒരു ഹെൽത്തി കറക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് ഒരിക്കലും ഒഴിവാക്കരുത്. ഒരിക്കലും ഒരു കാരണവശാലും വിൽക്കരുത്. നിങ്ങൾ ഹോൾഡ് ചെയ്യുക. ഓക്കെ. എന്നിട്ട് നിങ്ങൾക്കിപ്പോൾ താഴ്ന്ന ലെവൽ വേണമെങ്കിൽ നിങ്ങൾക്കത് ആവറേജ് ചെയ്യാൻ പറ്റും. ഈ ലെവലിലൊക്കെ നിങ്ങളുടെ കയ്യിൽ ലോസിലിരിക്കുന്ന, അതായത് ഒരു 10% കൂടുതൽ ലോസ്, 10% അല്ലെങ്കിൽ ഒരു 8 മുതൽ 10% വരെ ലോസിലാണ് നിങ്ങളത് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ലെവലിൽ നിങ്ങൾക്കത് ആവറേജ് ചെയ്യാം. ടെൻഷനൊന്നും വേണ്ട, ഹോൾഡ് ചെയ്യുക. പിന്നെ പ്രോഫിറ്റ് അതിനേക്കാൾ കൂടുതൽ നമ്പർ സ്റ്റോക്ക് നമ്മൾ പ്രോഫിറ്റ് മോർ ദാൻ 10% ഓൾറെഡി ബുക്ക് ചെയ്തു ഇല്ലേ. 2 പ്രാവശ്യമൊക്കെ ബുക്ക് ചെയ്ത സ്റ്റോക്കുകളുണ്ട്. ലെമൺ ട്രീ ഉണ്ട്, BEL ഉണ്ട്, BDL ഉണ്ട്, ഏഞ്ചൽ വൺ ഞാൻ ആദ്യം പറയാം. ഓക്കെ. അങ്ങനെ കുറേ സ്റ്റോക്കുകൾ നമ്മൾ നല്ലപോലെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അതുപോലെ ഞാൻ ആ പേര് മറന്നുപോയി. ഇതിലൊക്കെ നമ്മൾ നല്ലപോലെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അപ്പം നിങ്ങളത് നിലവിൽ നിങ്ങൾ ലോസിൽ ഹോൾഡ് ചെയ്തെങ്കിൽ നിങ്ങൾ ടെൻഷനാണ്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ലോസിൽ പോയേക്കുന്നത് ഞാൻ പറഞ്ഞതിനകത്തിലേക്ക് ആസ്ട്രലും ബന്ധൻ ബാങ്കും ആണെന്ന് തോന്നുന്നു. അത് 2 ആരെങ്കിലും ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോ പ്രോബ്ലം, നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. ഈ ലെവലിൽ നിങ്ങൾക്ക് അത് ആവറേജ് ചെയ്യാൻ ഒരു പ്രശ്നമില്ല. ഓക്കെ. അപ്പോൾ ഇപ്പം നമുക്ക് ഒരു ഹെൽത്തി കറക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ് ഇനി എങ്ങോട്ട് പോകുന്ന അറിയത്തില്ല. താഴോട്ട് ഇനിയും മോർ പോവുമോ അതോ ഇനി മേലോട്ട് തിരിച്ച് റിവേഴ്സ് ചെയ്യുമോ എന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരിക്കലും ഒരു അടിഞ്ഞ് താഴെ പോകാനുള്ള സാധ്യതകളൊന്നുമില്ല. എപ്പോഴും ഒരു വളരുന്ന എക്കണോമിയാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ്. അപ്പോൾ അതുകൊണ്ട് നമുക്കതിൽ പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് ടെൻഷനൊന്നും വേണ്ട. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ആർക്കും ഒരു നിരാശ ഒരിക്കലും വരികയില്ല എന്ന് തന്നെയാണ് ഭാവിയിൽ. ഇതൊക്കെ ഹെൽത്തി കറക്ഷനാണ്. ഇത് അനിവാര്യമാണ്. മാർക്കറ്റിൽ എപ്പോഴും ഒരു ഹെൽത്തി കറക്ഷൻസ് എപ്പോഴും അനിവാര്യതയാണ്. കാരണം മാർക്കറ്റ് ഏകദേശം 19,000-ന് ശേഷം ഒരു 26,000 വരെ നല്ല റാലിയാണ്. ഞാൻ ഇന്ന് ഈ വർഷം ആദ്യം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇപ്പോൾ ഈ വർഷം എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നുള്ള ഒരു സമ്മറി ഞാൻ ഇപ്പോൾ ഈ വർഷം ആദ്യത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം മാർക്കറ്റ് അപ്പോൾ ഈ വർഷം ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്ക് ലോസിലാണെങ്കിൽ നിങ്ങളത് ഇപ്പോൾ നിലവിൽ 8 മുതൽ 10% വരെ ലോസിലാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അത് ആവറേജ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി തരുന്നത് ഒരു 10 സ്റ്റോക്കാണ്. 10 സ്റ്റോക്ക്. അപ്പോൾ ഈ 10 സ്റ്റോക്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അഫോർഡബിളായിട്ടുള്ള സ്റ്റോക്സിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ. എല്ലാം പിക്ക് ചെയ്യണത് പൈസ ഉള്ളവർക്ക് എല്ലാം വാങ്ങിക്കാം. കാശില്ലാത്തവർക്ക് നിങ്ങളുടെ പാങ്ങിനനുസരിച്ച്, നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്കിത് വാങ്ങി ഹോൾഡ് ചെയ്യാം. നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൻ്റെ 50% മാത്രമേ ഇപ്പം വാങ്ങിക്കാൻ പാടുള്ളൂ. നിങ്ങൾ ഏതാണോ മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ 50% മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. അതിനുശേഷം മാർക്കറ്റ് വീണ്ടും താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലെവലിൽ വീണ്ടും അത് ബാക്കി ആവറേജ് ചെയ്യാം. അല്ലാതെ ഒറ്റയടിക്ക് ഇപ്പോഴേ അത് വാങ്ങിക്കരുത്. അല്ലെങ്കിൽ പിന്നെ അവരുടെ വീണ്ടും ആവറേജ് ചെയ്യാൻ കാശ് വേണ്ടി വരും. ഓക്കെ. പിന്നെ അടുത്ത കാര്യം ഞാൻ പറഞ്ഞു, ഈ 10 സ്റ്റോക്കുകളിൽ നിങ്ങൾ എല്ലാ സ്റ്റോക്കിലും ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് പറ്റുന്ന സ്റ്റോക്കുകളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ സ്വിംഗ് ട്രേഡിനകത്ത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പം ഒരിക്കലും വീട് പണിയാൻ വെച്ച പൈസയോ അല്ലെങ്കിൽ കൊച്ചിനെ കെട്ടിക്കാൻ വെച്ച പൈസയോ കൊച്ചിനെ പഠിപ്പിക്കാൻ വെച്ചിരിക്കുന്ന പൈസ ഒന്നും എടുത്ത് ഇന്നത്തെ സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് ഒരു ലോങ് ടൈമിലേക്ക്, കുറച്ച് നാളത്തേക്ക് നിങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ ബാങ്ക് കിടക്കുന്ന പൈസയാണെങ്കിൽ മാത്രമേ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാവൂ. അല്ലാതെ എന്തെങ്കിലും അത്യാവശ്യത്തിൽ വെച്ചിരിക്കുന്ന പൈസ എടുത്ത് വെച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ കൊണ്ടിട്ടിട്ട് ഇന്നിട്ട് നാളെ കിട്ടുമെന്ന് പറഞ്ഞ് കൊണ്ടിടരുത്. ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അനന്തരഫലം ഭവിഷ്യത്ത് ഭയങ്കരമായിരിക്കും. പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് എക്സിറ്റ് ചെയ്യേണ്ടി വരും. അപ്പം നിങ്ങൾ ലോസിലായിരിക്കും. അപ്പോൾ പിന്നെ നിങ്ങൾ പറയും സ്റ്റോക്ക് മാർക്കറ്റ് നഷ്ടമാണ്, സ്റ്റോക്ക് മാർക്കറ്റ് തട്ടിപ്പാണ്, പിന്നെ പല കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞ് നടക്കേണ്ടി വരും. അപ്പോൾ അതിനൊന്നും ഇടയാക്കാതെ
നിങ്ങളുടെ കയ്യിലെ പാങ്ങിനനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പം ഉടനെയെങ്ങും വേണ്ടാത്ത പൈസ നിങ്ങളുടെ ഒരു സേവിങ്സിൽ കിടക്കുന്ന പൈസ മാത്രമേ സ്വിംഗ് ട്രേഡിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാവൂ എന്ന് ഓർപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഈ 10 സ്റ്റോക്കുകൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകും, അല്ലെങ്കിൽ വീഡിയോ അങ്ങ് ഒത്തിരി നീണ്ടു പോകും. ഓക്കെ, പെട്ടെന്ന് പറഞ്ഞു പോയി ഞാൻ ചാർട്ടിലോട്ട് വന്ന് നമുക്ക് കാണിച്ചു തരാം ഏതൊക്കെ ലെവലിൽ നമ്മൾ ആഡ് ചെയ്യണം, ഏതൊക്കെ ലെവൽ വരെ പോകും എന്ന്. അപ്പോൾ ഞാൻ ഇപ്പോഴും വീണ്ടും ഓർപ്പിക്കുന്നത് നിങ്ങളോട്, ഒരു കാരണവശാലും നിങ്ങൾ ലോങ് ടൈമിലേക്ക് ഇത് ഹോൾഡ് ചെയ്യില്ല. 10-15% അല്ലെങ്കിൽ 20% കിട്ടിയ കഴിഞ്ഞ് നിങ്ങൾ അവിടെ വെച്ച് തന്നെ നിങ്ങൾ എക്സിറ്റ് ആകുക. ഇപ്പം ഒരു 15% വന്നെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ എക്സിറ്റ് ആകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ട്രെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ 50% അവിടെ നിങ്ങൾ ആ സപ്പോർട്ടിൽ നിങ്ങളുടെ SL GTT ഓർഡർ ഇട്ടിട്ട് നിങ്ങൾ ട്രേഡ് വിട്ടേക്കുക. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്. അല്ലാതെ ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യരുത്. കാരണം ഈ വർഷം നമുക്ക് അങ്ങനെ ഒരു ഹോൾഡ് ചെയ്ത് ഒരു ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് അല്ല ഈ വർഷം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും 10-15 അല്ലെങ്കിൽ 15-20 മാക്സിമം. ഓക്കെ, അതിനപ്പുറം പോകരുത്. ഓക്കെ, 10-15 ആണ് ബെറ്റർ ചോയ്സ്. ഓക്കെ, വീണ്ടും നമുക്ക് എൻട്രി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ചാർട്ടിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചാർട്ടിലോട്ട് വരാം. ഓക്കെ, നിങ്ങൾ കാണുന്നത് BEML, ഇതൊരു പിന്നെ ഡിഫൻസ് സ്റ്റോക്കാണ്. BEML എന്നാണ് ഇതിൻ്റെ പേര്, BEML, ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ എൻട്രി ചെയ്യാൻ. ഒരു നല്ല ലെവലാണിത്. അപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സപ്പോർട്ട് ലെവലിലാണ് ഇപ്പം നിലവിലിത് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് ഇതിൻ്റെ ഒരു സപ്പോർട്ട്. ഓക്കെ, ഈ ലെവലാണ് ഇതിൻ്റെ ഒരു സപ്പോർട്ട്. ഇപ്പോൾ കറക്റ്റ് അത് നിൽക്കുന്ന ഒരു സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. മേ ബി ചിലപ്പോൾ ഇത് കുറച്ചുകൂടെ താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നമുക്കറിയത്തില്ല ഇവിടുന്ന് റിവേഴ്സ് ചെയ്യുമോ താഴോട്ട് പോകുമോ എന്ന് നമുക്ക് അറിയത്തില്ല. അപ്പം ഇത് ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാതിരിക്കാം, എൻട്രി ചെയ്യാതിരിക്കാം. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. ഓക്കെ, അപ്പം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ പിന്നെ ഗത അനുസരിച്ച് വേണം നിങ്ങളിത് ഇൻവെസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റുമായിട്ട് ആലോചിച്ചിട്ട് മാത്രമേ നിങ്ങളിതിൽ ഇൻവെസ്റ്റ് ചെയ്യാവൂ. ഓക്കെ, ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സെക്കൻഡ് സപ്പോർട്ട്. പിന്നെ കാണുന്നത് ഇതാണ്. ഓക്കെ, ഈ 3 സപ്പോർട്ടാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു, എപ്പോഴും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പം എപ്പോഴും ഒരു 50% മാത്രമേ ഇതിനകത്തിൽ നിങ്ങൾ ആഡ് ചെയ്യാവൂ. ഓക്കെ, അത് കഴിഞ്ഞ് ബാക്കി താഴോട്ട് മുകളിലോട്ട് പോകുമെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ എപ്പോഴും ഒരു 50% മാത്രം നിങ്ങൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇതിനകത്തിപ്പം 3702 ആണ്. 3702. ഓക്കെ, ഇതാണ് ഇപ്പോഴത്തെ നിലവിലത്തെ ഈ റേഞ്ച്. ഈ റേഞ്ചിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. 50% മാത്രം, ഒരു 40-50% മാത്രമേ നിങ്ങളിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഫണ്ടിൻ്റെ ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഇപ്പം അത് കഴിഞ്ഞ് അടുത്ത സപ്പോർട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത 3249. ഇത് നിങ്ങൾ ഹോൾഡ് ചെയ്താൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. എക്സിറ്റ് ആവുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഇല്ലാത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സിറ്റ് ആകും. കാരണം പല പ്രാവശ്യം ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് കഴിഞ്ഞ 2024 മാർച്ച് മുതൽ ഇതിങ്ങനെ ഇവിടുന്ന് ഒരു ബ്രേക്കൗട്ട് നടന്നതിന് ശേഷം ഇവിടെ വന്ന് കണ്ടിന്യൂസ് ആയിട്ട് സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, ഇല്ലെങ്കിൽ മാക്സിമം പോകാൻ ഇവിടം വരെ, അതിനപ്പുറം പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്കിത് ആഡ് ചെയ്യാം. നിങ്ങൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയ സ്റ്റോക്കാണ്. നിങ്ങൾക്ക് ഡിവിഡൻറ്റും കിട്ടും ഇത്. ഓക്കെ, ഹോൾഡ് ചെയ്യുന്നവർക്ക്. അപ്പം 10-15% നിങ്ങൾക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് എക്സിറ്റ് ആകുക. 15% മുകളിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾ 15% അവിടെ നിങ്ങൾ SL വെക്കുക, അതായത് GTT ഓർഡർ ഇട്ട് വെച്ചേക്കുക. താഴെ പോവുകയാണെങ്കിൽ എപ്പോഴെങ്കിലും അത് ട്രിഗർ ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഇതാണ് 3702 ആണ് ഇതിൻ്റെ പിന്നെ നമുക്ക് എൻട്രി ചെയ്യാനുള്ള പ്രൈസ്. ഇത് ഒരു ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഏകദേശം 4000 രൂപയ്ക്ക് അടുത്ത് വരും. ഒരു മിനിറ്റ് നോക്കിക്കോട്ടെ. ഏകദേശം ഒരു 4450 ഫസ്റ്റ് ടാർഗറ്റൊക്കെ 4239. ഈ ടാർഗറ്റ് ഫസ്റ്റ് ടാർഗറ്റ്. ഇതാണ് എൻ്റെ സെക്കൻഡ് ടാർഗറ്റ്. ഫസ്റ്റ് ടാർഗറ്റ് വേണം നിങ്ങൾക്ക് ഇവിടെ 3000, ഇപ്പം 4239 ഈ റേഞ്ചിൽ വരും നിങ്ങളുടെ ഫസ്റ്റ് ടാർഗറ്റ്.
ഓക്കെ. അപ്പം നിങ്ങളിത് അടുത്ത നമുക്ക് നോക്കാം. ഇപ്പം ഒത്തിരി പറഞ്ഞു പോകും. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. ഇത് വില കൂടുതലായതുകൊണ്ട് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഇതിപ്പോൾ ഞാൻ 3 സ്റ്റോക്കിനകത്ത് പറയുന്നുണ്ട് ഡിഫൻസ് സ്റ്റോക്കിൽ. ഒന്ന് അടുത്ത BEL ആണ്. BEL ഓൾറെഡി നമ്മൾ എൻട്രി എടുത്തതാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയത്തില്ല. നമ്മൾ ഓൾറെഡി എൻട്രി എടുത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്തതാണ്. 270-80 റേഞ്ചിൽ നമ്മൾ ഇത് ഓൾറെഡി നമ്മൾ എടുത്ത ഒരു പ്രാവശ്യം ഇവിടെ ഈ റേഞ്ചിൽ നമ്മൾ എടുത്താണ്. വീണ്ടും ആ റേഞ്ചിലോട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ വീണ്ടും അവിടെ റീ എൻട്രി എടുക്കാൻ പോകുക. നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയാണ് തരത്തില്ല. എന്നെ ആദ്യമേ തൊട്ടേ പിന്നെ പിന്തുടരുന്നവർക്ക് അപ്പോൾ നമുക്ക് 271 ആണ് ഇതിൻ്റെ റേഞ്ച്. 271. ഓക്കെ. ഇപ്പോഴത്തെ റേറ്റ് ഇവിടുത്തെ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 271. ഓക്കെ. ഇവിടെ നിങ്ങൾക്ക് എൻട്രി എടുക്കാം. ഓക്കെ. ഇവിടെ നിങ്ങൾക്ക് എൻട്രി എടുക്കാം. ഞാൻ പറഞ്ഞു 50% മാത്രമേ എൻട്രി എടുക്കാവൂ. പക്ഷേ ഇതൊരു നല്ല സപ്പോർട്ടാണ്. ഇവിടുന്ന് താഴോട്ട് പോകും തോന്നില്ല. ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഇവിടെ നിങ്ങൾക്ക് 271 എൻട്രി എടുക്കുന്നവർക്ക് 300 to 320 റേഞ്ചിൽ നിങ്ങൾക്ക് എക്സിറ്റ് ആകാം. 320 നിങ്ങൾക്ക് എക്സിറ്റ് ആകാം. അപ്പോൾ ഏകദേശം ഒരു 15 to 20% നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് 271 നിങ്ങൾക്ക് കൂടെ എൻട്രി എടുക്കാം. ഓക്കെ. അതിനുശേഷം ഇത് സ്റ്റോപ്പ് ലോസ് 225. അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ഇതൊക്കെ BEL എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. നല്ലപോലെ നിങ്ങൾക്ക് ഡിവിഡൻഡ് കിട്ടും. ഡിവിഡൻഡ് എല്ലാ മാസവും നിങ്ങൾക്ക് എല്ലാ വർഷവും എല്ലാ ക്വാർട്ടറിലെയോ എല്ലാ വർഷമൊക്കെ നല്ലപോലെ ഡിവിഡൻഡ് നിങ്ങൾക്ക് കിട്ടുന്ന സ്റ്റോക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇതിനകത്തിൽ നിങ്ങൾക്ക് എൻട്രി എടുക്കാം. അതിൻ്റെ ടാർഗറ്റ് ഞാൻ പറഞ്ഞു ഏകദേശം 310 മുതൽ 320 വരെ. ഇത് ഈ റെസിസ്റ്റൻസിന് വരും. ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ഇടയ്ക്ക്. ഓക്കെ. സമയം അങ്ങ് പോകുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു. അടുത്ത് HAL ആണ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ്. അതും ഒരു നല്ല കറക്ഷന് നിൽക്കുകയാണ്. നിങ്ങൾക്കിവിടെ എൻട്രി നോക്കാം. അടുത്ത് നമുക്ക് HAL പെട്ടെന്ന് പറഞ്ഞു പോകാം കേട്ടോ. HAL നല്ലൊരു സപ്പോർട്ടിലാണ് ഇപ്പം നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഇതിനകത്ത് പൈസ ഉള്ളവർക്ക് ഇതിനകത്തിൽ എൻട്രി പരിഗണിക്കാം. ഓക്കെ. നല്ലൊരു സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. ഇപ്പം ഏകദേശം 4000 റേഞ്ചിലാണ് നമുക്ക് നിൽക്കുന്നത്. ഓക്കെ. നല്ലൊരു എൻട്രിയാണ് ഇത് 4000 രൂപ. ഓക്കെ. പൈസ ഉള്ളവർക്ക് ഇത് ആഡ് ചെയ്യാം. പെട്ടെന്ന് തന്നെ ഇതൊരു 4800 വരെ വരാനുള്ള റേഞ്ചുണ്ട് ഫസ്റ്റ് ടാർഗറ്റ്. പിന്നെ മേലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ 4800, 5000, 5200 ആ റേഞ്ചിലൊക്കെ ഇത് പോകും. ഇത് നിങ്ങൾക്ക് ഇതിനകത്തിൽ എൻട്രി പരിഗണിക്കാം. ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഒന്നും ഞാൻ ഇതിന് പറയുന്നില്ല. സ്റ്റോപ്പ് ലോസ് ഇന്ന് പറയുന്ന ഒരു സ്റ്റോക്കിന് സ്റ്റോപ്പ് ലോസ് പറയുന്നില്ല. കാരണം മേ ബി ഇതിപ്പോൾ ഒരു ഹെൽത്തി കറക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. മേ ബി താഴോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഈ ലെവലിലൊക്കെ പോയാൽ ഈ ലെവലിലൊക്കെ നിങ്ങൾക്ക് ആവറേജ് ചെയ്യാം. ഞാൻ പ്രത്യേകം പറയുന്നു, അത്യാവശ്യമുള്ള പൈസ എടുത്തുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. കൊച്ചിനെ കെട്ടിക്കാൻ വെച്ച കാശ്, വീട് പണിയാനുള്ള പൈസ, കൊച്ചിനെ പഠിപ്പിക്കാനുള്ള പൈസ ഒന്നും കൊണ്ടുപോയി ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യൽ. ക്ഷമയാണ് ഏറ്റവും വലിയ ആയുധം. ഓക്കെ. അപ്പോൾ അതിൻ്റെ കാര്യവും ഞാൻ വിടുകയാണ്. ഓക്കെ. അടുത്ത് നമുക്ക് നോക്കാവുന്നത് Angel One ആണ്. Angel One എന്നാൽ ഒരു ബ്രോക്കിംഗ് സ്ഥാപനമാണ്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഓക്കെ. Angel One നമ്മൾ ഒരു പ്രാവശ്യം ഞാൻ നേരത്തെ ഈ സിംഗ് ട്രേഡ്സ് നടന്നതിന് മുമ്പ് തന്നെ ഓൾറെഡി സജസ്റ്റ് ചെയ്തതാണ്. ഇത് നല്ലപോലെ എന്നിട്ട് പ്രോഫിറ്റ് ഇതിനകത്ത് ബുക്ക് ചെയ്തതാണ്. എന്നിട്ട് വീണ്ടും തിരിച്ച് താഴുവാണ്. ഞാൻ ആദ്യമേ പറഞ്ഞ സ്റ്റോക്കാണ്, നമ്മുടെ ഗ്രൂപ്പിലൊക്കെ പറഞ്ഞ സ്റ്റോക്കാണ്. ഓൾറെഡി നല്ലൊരു കറക്ഷനിലാണ് ഇപ്പം നിൽക്കുന്നത്. മൗസാണ് കുഴപ്പമുണ്ട്. ഓക്കെ. ഇതും നല്ലൊരു സപ്പോർട്ട് ഏരിയയിലാണ് ഇപ്പം നിലവിൽ ഇത് നിൽക്കുന്നത്. ഡൗൺ ട്രെൻഡാണ്. നിങ്ങൾക്ക് റിസ്ക് എടുക്കുന്നവർ മാത്രം ഇതിൽ എൻട്രി എടുത്താൽ മതി. ഇവിടുന്ന് ചിലപ്പോൾ മേ ബി ഒരു റിവേഴ്സൽ വരാനുള്ള സാധ്യത ഉണ്ട്. ഇതിൻ്റെ ഫൈനൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്, 2000 രൂപയാണ് സപ്പോർട്ട്. ഇപ്പം നിലവിൽ 2544 രൂപയ്ക്കാണ് ഇത് ഓടുന്നത്. അപ്പോൾ ഏകദേശം ഇതിൻ്റെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇവിടെ വരും. ഈ സപ്പോർട്ട് ഇതാണ് ഇതിൻ്റെ ഒരു സപ്പോർട്ട്. ഓക്കെ. ഒന്നുകിൽ നിങ്ങളിവിടെ വരെ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ എൻട്രി എടുത്തിട്ട് പിന്നെ നിങ്ങൾക്ക് ആവറേജ് ചെയ്യാം. നിലവിൽ ഇതിൻ്റെ വില 2544 രൂപയാണ് ഇതിൻ്റെ വില. 2000 എഴുതി കാണിക്കാം, മൊബൈലിൽ കാണുന്നവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. 2544
ഇതിൽ നമുക്കിവിടെ എൻട്രി നോക്കാം. ഇതിൻ്റെ സപ്പോർട്ട് ഇതാണ്. നിങ്ങൾക്ക് ഇത് താഴെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആംഗിളാവും. ഇവിടെ ആവറേജ് ചെയ്യരുത്. നിങ്ങൾ ആവറേജ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഈ റേഞ്ചിൽ നിങ്ങൾ 2200 രൂപയിൽ ആ റേഞ്ചിൽ വേണം നിങ്ങളിത് ആവറേജ് ചെയ്യാൻ. ഓക്കെ, ചെയ്യുന്നെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 3000 രൂപയാണ്. ഫസ്റ്റ് ടാർഗറ്റ് 3000 രൂപയാണ്. പിന്നെ 3600. ഇത് ഓൾറെഡി 3600 3500 രൂപ വരെ വന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്തതാണ് നമ്മൾ ഓൾറെഡി. 2000 ഇവിടെ എൻട്രി എടുത്തിട്ട് നമ്മൾ ഇവിടെ ബുക്ക് ചെയ്തതാണ് ഇത് ഓൾറെഡി. ഓക്കെ, അതുകൊണ്ട് വീണ്ടും ഇത് വന്നു. അതുകൊണ്ടാണ് ഇവിടെയാണ് കണ്ടോ സ്വിംഗ് ട്രേഡ് 10-15% ന്യായത്തിൻ്റെ പ്രസക്തി ഇവിടെയും കണ്ടോ, നിങ്ങൾ കണ്ടോ. ഇപ്പോൾ എത്ര പ്രാവശ്യം വന്നു, ഇവിടെ വന്നു നമ്മളിവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തതാണ്. ഓക്കെ, അത് വീണ്ടും താഴെ വന്ന് നമ്മൾ വീണ്ടും ബുക്ക് ചെയ്തത്. അല്ല, ഇത് ലോങ് ടൈമിൽ ഹോൾഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കിപ്പം ഒന്നും കിട്ടാതെ വരും. മനസ്സിലായി? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എപ്പോഴും 10-15 അല്ലെങ്കിൽ 20% ബുക്ക് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ കാര്യം. ഓക്കെ, ഇതിൻ്റെ കാര്യം മനസ്സിലായല്ലോ. അടുത്തത് നമുക്ക് പറയാനുള്ളത് റിലയൻസ് ആണ്. റിലയൻസിനെ പറ്റി ഞാൻ കൂടുതലും സംസാരിക്കേണ്ട കാര്യമില്ല. റിലയൻസ് നല്ല ഒരു റേഞ്ചിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഇതാണ് ഒരു സപ്പോർട്ട് 1202. ഇപ്പം നിലവിൽ 1204 നിങ്ങൾക്ക് ഈ റേഞ്ചിൽ തന്നെ നിങ്ങൾക്ക് റിലയൻസിനെ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1241 റിലയൻസ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ റേഞ്ചിൽ നിങ്ങൾക്ക് എൻട്രി എടുക്കാം. ഫസ്റ്റ് ടാർഗറ്റ് ഇതാണ് 1320 ഫസ്റ്റ് ടാർഗറ്റ്. ഓക്കെ, സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ റേഞ്ചിൽ 1440 റേഞ്ചിൽ വരും. ഇത് ബുള്ളിഷ് മൊമെൻറ്റ് ഇത് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരാൻ വലിയ താമസമൊന്നും വേണ്ട. 2 ദിവസം കൊണ്ട് 3 ദിവസം ചിലപ്പോൾ ഇവിടെ എത്തും. അതുകൊണ്ട് നിങ്ങൾ അതിന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നല്ലൊരു എൻട്രി പോയിൻ്റാണ്. ഓക്കെ, ഈ എൻട്രിയിൽ നിന്ന് താഴോട്ട് ഈ റിലയൻസിൻ്റെ സ്റ്റോക്കിനെ പറ്റി നിങ്ങൾക്ക് അറിയാമല്ലോ, കൂടുതൽ പറയേണ്ട കാര്യങ്ങളില്ല. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ എൻട്രി എടുക്കാനുള്ളത്. 1202 സപ്പോർട്ട്. ഈ റേഞ്ചിൽ വരാൻ വെയിറ്റ് ചെയ്യുക. ചിലപ്പം ഒരു പക്ഷേ വരും, ചിലപ്പം വരത്തില്ല, അതൊന്നും നമുക്കറിയത്തില്ല. ബട്ട് ഇപ്പോൾ നിങ്ങൾക്ക് വേണം നിങ്ങളുടെ കയ്യിലുള്ള ഫണ്ടിൻ്റെ കുറച്ച് നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാം. 50% നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇവിടെ വരുവാണെങ്കിൽ ഒരു 25% കൂടെ ആഡ് ചെയ്യാം. പിന്നെ താഴെ പോകുകയാണെന്നുണ്ടെങ്കിൽ അത് ആ റേഞ്ചിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത റെയിൻ ഇൻഡസ്ട്രീസ് ആണ്. റെയിൻ ഇൻഡസ്ട്രീസ് ഇതും പല പ്രാവശ്യം ഇങ്ങനെ ഓടിക്കളിക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഇത് ഇപ്പോൾ ഒരു നല്ല നിലവിൽ ഒരു സപ്പോർട്ടിലാണ് ഇത് നിൽക്കുന്നത്. നോക്കിക്കേ, പല പ്രാവശ്യം ഈ റേഞ്ചിൽ വന്ന് സപ്പോർട്ട് എടുത്ത ഒരു സ്റ്റോക്കാണ് റെയിൻ ഇൻഡസ്ട്രീസ്. നോക്കിക്കേ, ഇവിടെ ഈ റേഞ്ചിൽ എപ്പോഴും വന്ന് സപ്പോർട്ട് എന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു എൻട്രി പരിഗണിക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് 150 വരെ വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്കിവിടെ 157 എൻട്രി ചെയ്യാം. 157. ഓക്കെ, ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 രൂപയാണ്. ഓക്കെ, 157 157 ടു 180 ഇതാണ് ടാർഗറ്റ്. ഓക്കെ, നിങ്ങൾക്ക് ഇതിൽ നല്ലൊരു എൻട്രി കിട്ടും. താഴെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 150 രൂപയ്ക്ക് ഇവിടെ ആഡ് ചെയ്യാം. അതിന് താഴെ നിന്ന് പോകത്തില്ല. ഇതൊരു ബോക്സ് പാറ്റേണിനായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 157 കറണ്ട് പ്രൈസിൽ നിങ്ങൾക്ക് ഇവിടെ എൻട്രി പരിഗണിക്കാം. ഓക്കെ, അപ്പം അത് കഴിഞ്ഞല്ലോ. ഞാൻ ഒത്തിരി അങ്ങ് പറഞ്ഞു, കാരണം 10 സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് സമയം അങ്ങ് പോകും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് പറയുന്നത്. അടുത്തത് പിന്നെ മെമ്പേഴ്സിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. മെമ്പേഴ്സ് മാത്രം. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ സമയം പോലെ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഉള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. ഓക്കെ, അടുത്ത നമുക്ക് രൂപ. ഇതാണെങ്കിൽ നമ്മൾ അറിയാമോ രൂപ എന്താണെന്ന് സംബന്ധം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ എന്താ രൂപയെന്ന്? രൂപ ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയാണ്. നമ്മുടെ അണ്ടർവെയർസ് ഒക്കെ രൂപ കണ്ടിട്ടില്ലേ പരസ്യം? അതാണ് ഈ സംഭവം. ഇത് കുറേ നാളുകൊണ്ട് ഡൗൺ ട്രെൻഡിലാണെങ്കിൽ ഇതൊരു കറക്റ്റ് സപ്പോർട്ട് ലെവലിലാണ് നിൽക്കുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതൊരു നല്ല സപ്പോർട്ടിലാണ്. ഇതിൻ്റെ ഒരു സപ്പോർട്ട് റേഞ്ച്. ഞാനിത് സ്ഥിരമായിട്ടാണ് ഇത് സ്വിംഗ് ട്രേഡ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ വരുമ്പോൾ മേടിക്കും, ഒരു 20% കിട്ടുമ്പോൾ ഞാൻ വിൽക്കും. ഇതൊരു സ്ഥിരം പരിപാടിയാണ് എൻ്റെ. ഇതായുണ്ടോ 292 വരെ വരും. ഈ റേഞ്ചിൽ ഞാൻ എപ്പോഴും ഇതിങ്ങനെ ഒരു സ്വിംഗ് ട്രേഡ് നടത്തുന്ന ഒരു സ്ഥിരം സ്റ്റോക്കാണ് എൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ലെവൽ 237 ഇപ്പോഴത്തെ ഇതിൻ്റെ റേഞ്ച്. 237 നിങ്ങൾക്കിവിടെ എൻട്രി പരിഗണിക്കാം. ഓക്കെ, ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 290. ഇത് ഇവിടെ 260. ഓക്കെ,
ഇതൊക്കെയാണ് ഇതിൻ്റെ ടാർഗറ്റുകൾ. നിങ്ങൾക്ക് ഇവിടെ ഇതും എൻട്രി നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിലോട്ട് ഇനിയും താഴോട്ട് പോകുമെന്നൊന്ന് തോന്നിയാലും പെട്ടെന്ന് ഇത് റിവേഴ്സ് ചെയ്യും. കാരണം പല പ്രാവശ്യം അവിടെ ഇങ്ങനെ സപ്പോർട്ട് എടുത്തിട്ടുള്ള സ്റ്റോക്കായത്, പല പ്രാവശ്യം സപ്പോർട്ട് എടുത്തിട്ടുള്ള സ്റ്റോക്കായത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്കൊരു എൻട്രി നിങ്ങൾക്ക് നോക്കാം. നിങ്ങൾക്ക് ഈ 10 സ്റ്റോക്ക് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഫോർഡബിൾ ആയിട്ടുള്ളത് മാത്രം നിങ്ങൾ എൻട്രി എടുത്താൽ മതി കേട്ടോ. ഓക്കെ, അടുത്ത സ്റ്റോക്ക് ഏഷ്യൻ പെയിൻറ്റ്സ്. നിങ്ങൾക്കറിയാം ഏഷ്യൻ പെയിൻറ്റ്സിനെ പറ്റി ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റോക്കാണ്. ഇനി ഇതിൻ്റെ കൂടുതൽ താഴെ പോകാൻ ഇനി ഇല്ല. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ഏഷ്യൻ പെയിൻറ്റ്സിനകത്തുള്ള. നിങ്ങൾക്ക് പൈസ ഉള്ളവർക്ക് ആഡ് ചെയ്യാൻ പറ്റിയൊരു, ഇപ്പോഴത്തെ നിലവിലത്തെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2320 ഓക്കെ ആണ് ഇതിൻ്റെ പിന്നെ ഇപ്പോഴത്തെ നിലവിലത്തെ പ്രൈസ്. 2243 ഇതിൻ്റെ പിന്നെ സപ്പോർട്ട്. ഇതിന് ഇവിടുത്തെ പൊട്ടിച്ചാഴത്തില്ല. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 2600. പിന്നെ ഇത് പോയി കഴിഞ്ഞാൽ 2800. പിന്നെ ഇത് പോയി കഴിഞ്ഞാൽ 3200. ഇതൊക്കെയാണ് ഇതിൻ്റെ റേഞ്ച്. നിങ്ങൾ ഇതൊക്കെ ഒരു വർഷം കഴിയുമ്പം മിക്കവാറും ഇതൊക്കെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യും. കാരണം ഇതൊക്കെ ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ്. അപ്പം ഇനിയിപ്പോൾ അങ്ങോട്ട് ഈ ക്രൂഡിൻ്റെ ഒന്നും വില ഇതിൻ്റെ അസംസ്കൃത വസ്തു എന്തുവാ? ക്രൂഡാണ് ഇല്ലേ? ക്രൂഡ് ഇനിയിപ്പോൾ പണ്ട് പറഞ്ഞ പോലെ 90, 100 ഒന്നും പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനിയിപ്പോൾ ക്രൂഡിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു 60 രൂപ, 60 മുതൽ 75 രൂപ അല്ലെങ്കിൽ 80 രൂപയ്ക്കുള്ളൊന്നും ഇത് പോകത്തില്ല. ക്രൂഡ് എപ്പോഴും ഈ ഒരു 70 രൂപ ആയിരിക്കും എപ്പോഴും ഒരു ആവറേജ് പ്രൈസ് ഇനി അങ്ങോട്ട് ക്രൂഡിൻ്റെ വില. അപ്പം ഇവർക്കപ്പം നല്ല മാർജിൻ കിട്ടും. ഇവർക്കപ്പോൾ ഇവരുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് വളരെ കുറയും. അങ്ങനെയാകുമ്പോൾ തിരിച്ച് കയറി. ഇപ്പം നിലവിൽ ഒരു ഡൗൺ ട്രെൻഡിലാണ് മാർക്കറ്റ്. എല്ലാത്തിനും ഒരു ഡൗൺ ട്രെൻഡ് വേണമല്ലോ. ആ രീതിയിൽ ഇപ്പോൾ ഒരു ഡൗൺ ട്രെൻഡാണ്, മാർക്കറ്റ് ഡൗൺ ആണ്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ നിൽക്കുന്നത്. നമ്മുടെ പെയിൻറ്റ് സെക്ടറിലെ മാർക്കറ്റിലെ ലീഡറാണ് ഏഷ്യൻ പെയിൻറ്റ്സ്. ഓക്കെ, അപ്പം ഇവിടെ എൻട്രിക്കുള്ളൊരു അവസരമാണ്. അടുത്തത് ഹഡ്കോ ആണ്. ഹഡ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഹൗസിംഗ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ നമ്മുടെ സർക്കാരിൻ്റെ പൊതുമേഖലാ സ്ഥാപനമാണ്. ലോൺ കൊടുക്കുന്ന സ്ഥാപനമാണ്. നല്ലൊരു റാലി ഇത് കഴിഞ്ഞു. ഇത് ഞാൻ കണ്ടതാണ്. 70 രൂപയ്ക്കൊക്കെ ഞാൻ ഈ സാധനം കണ്ട് കുറച്ചൊക്കെ ഞാൻ എൻട്രി എടുത്ത് ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്താണ്. ഇത് 350 വരെ പോയി ഈ സാധനം. 350 വരെ പോയിട്ടാണ് ഇപ്പോൾ ഒരു കറക്ഷൻ ഇതിനകത്ത് നടക്കുന്നത്. നിങ്ങൾക്ക് ഇതിനകത്തിൽ ഒരു എൻട്രി എടുക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാട്ടോ. നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. ഇതിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് 190 ഇതിൻ്റെ സപ്പോർട്ട്. നിങ്ങൾക്ക് ഇവിടെ ഇതിനകത്തിൽ എൻട്രി ഇപ്പം നിങ്ങൾക്ക് നോക്കാം. ഈ ലെവൽ ഈ എൻട്രി നോക്കാം. 214 എൻട്രി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ 190, 200 റേഞ്ചിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുക ആഡ് ചെയ്യാൻ വേണ്ടി. കിട്ടുമെന്ന് അറിയത്തില്ല. നിലവിലത്തെ പ്രൈസ് 214. അതാ ഇവിടെ എടുക്കുന്നവർക്കാണെങ്കിൽ 190 റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് 190-ലോ 180-ലോ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ രണ്ടാമത് ആഡ് ചെയ്യാൻ പറ്റും. 50% കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇവിടെ എടുക്കുന്നവർ അല്ല. ഇതിന് വേണ്ടി വീണ്ടും താഴോട്ട് വരുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 200 റേഞ്ചിന് വേണ്ടി 190, 200 റേഞ്ചിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250 രൂപയാണ്. 250 രൂപയാണ് ഫസ്റ്റ് ടാർഗറ്റ്. പിന്നെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതങ്ങ് പോകും. തിരിച്ച് റിവേഴ്സൽ കയറുമ്പോൾ ഇതൊക്കെ അങ്ങ് പറക്കും കേട്ടോ. ഭയങ്കര ഫാസ്റ്റായിരിക്കും ഇത് പറക്കുന്നത്. ഓക്കെ, അടുത്തത് ഡാബർ. FMCG സെക്ടർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, വളരെ ഡൗൺ ട്രെൻഡിൽ കിടക്കുന്ന ഒരു സ്റ്റോക്കാണ് ഇപ്പോൾ ഇത് ഡാബർ. പക്ഷേ ഇനി ഇത് താഴോട്ട് പോകാനില്ല. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു സപ്പോർട്ട്. ഇത് എത്രയാണ്? 489, 490 ഇതിൻ്റെ ഒരു സപ്പോർട്ട്. നിലവിലത്തെ പ്രൈസ് നിങ്ങൾക്ക് ഇപ്പോൾ എത്രയാണ്? 500 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ റേഞ്ചിൽ 500 രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്യാം. 500 രൂപ റേഞ്ചിൽ. ഓക്കെ, 500 രൂപ റേഞ്ചിൽ നിങ്ങൾക്കിത് ആഡ് ചെയ്യാം. ഇപ്പം 517. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എൻട്രി എടുക്കാം. അല്ലെങ്കിൽ 500-ന് വേണ്ടി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, എൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് 600 രൂപയാണ്. 600 രൂപ വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ ഇവിടെ താഴേക്ക് കിട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു 530 വരെയൊക്കെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ 600-ന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒരു പ്രശ്നമില്ല. 600 റേഞ്ച് 570 to 600 രൂപ വരെ വരാനുള്ള സാധ്യത ഉണ്ട്. ഇതൊക്കെ ചിലപ്പോൾ ഇതൊക്കെ കയറുവാണെന്നുണ്ടെങ്കിൽ ഒറ്റ പറക്കലായിരിക്കും. ഇത് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഇത് കണ്ടോ 2 ദിവസം കൊണ്ട് തന്നെ എത്ര കയറി? 546,
100 രൂപ 2 ദിവസം കൊണ്ട് കയറി, 2 ദിവസം. അപ്പം ഇത് നമുക്ക് പറക്കുന്ന സ്റ്റോക്കുകളാണ്. പക്ഷേങ്കിൽ സ്ലോ, ചില സമയത്ത് സ്ലോ മൂവ്മെൻ്റ് ആയിരിക്കും. എന്തായാലും FMCG സെക്ടറിലെ ഒരു നല്ല കമ്പനിയാണ് ഡാബർ. അപ്പം നിങ്ങൾക്കിവിടെ അവർക്ക് ഇഷ്ടംപോലെ പ്രോഡക്റ്റുകളുണ്ട്. അപ്പം നിങ്ങൾക്കിവിടെ ഒരു എൻട്രി പരിഗണിക്കാം. 500 വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കയറാം, വെയിറ്റ് ചെയ്യാം. അല്ല, നിലവിലത്തെ പ്രൈസ് 517 500 വേണമെങ്കിൽ കയറാം. 500 കയറിയാൽ മതി നിങ്ങൾ, അത് നല്ലത് കേട്ടോ. 500 നിങ്ങൾ കയറിയാൽ മതിയേ. നിങ്ങൾ ഇവിടെ 500 കിട്ടുവാണെങ്കിൽ കയറിയാൽ മതി, അല്ല കയറണ്ട. 500 ചിലപ്പോൾ ഒരു കറക്ഷൻ 500 കിട്ടും നിങ്ങൾക്ക്. 500 റേഞ്ചിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എൻട്രി നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എത്ര സ്റ്റോക്കായി? 10 ആയി. 1 2 3 4 5 6 7 8 9 10 ആയി അല്ലേ. ഇനി 11ാമതൊരു സ്റ്റോക്ക്. ഇതെൻ്റെ പേഴ്സണൽ പിക്കാണേ. ഇതെൻ്റെ പേഴ്സണൽ പിക്ക്. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്കൊരു ഈ 10 കൂടാതെ ഒരെണ്ണം ബോണസായിട്ട് നിങ്ങൾക്ക് ഞാൻ ഒരെണ്ണം തരുന്നത്. അത് എൻ്റെ പേഴ്സണൽ പിക്കാണ്. ഞാൻ പേഴ്സണലായിട്ട് ഇത് സംഭവം ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ പേര് പറയാം. അതിൻ്റെ പേരാണ് പട്ടേൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, 11ാമത്. ഞാനത് ആഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ ഓർത്തപ്പോൾ അതങ്ങ് ചെയ്തെന്നേ ഉള്ളൂ. പട്ടേൽ എഞ്ചിനീയറിംഗ്. ഓക്കെ, ഈ സ്റ്റോക്ക് ഞാൻ പേഴ്സണലായിട്ട് ഈ സ്റ്റോക്ക് ബൾക്ക് ക്വാണ്ടിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു വിശ്വാസമാണ് ഇത്. ഓക്കെ, നിങ്ങൾ ഇതാണ് ഇതിൻ്റെ, അതായത് ഏകദേശം 46 ഇതിൻ്റെ ഒരു സപ്പോർട്ട്. 46 രൂപയാണ് സ്റ്റോപ്പ്. നിലവിലത്തെ പ്രൈസ് 48. നിങ്ങൾക്ക് നിലവിലത്തെ പ്രൈസിൽ നിങ്ങൾക്ക് ഇതിൽ എൻട്രി എടുക്കാം. 48.28. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് എൻട്രി എടുക്കാം ഇപ്പോൾ തന്നെ. ഫസ്റ്റ് ടാർഗറ്റ് 60. ഒന്നും നോക്കാനല്ല, ഫസ്റ്റ് ടാർഗറ്റ് 60. 48 കയറിയവർക്ക് ഫസ്റ്റ് ടാർഗറ്റ് 60. ഇതിന് താഴോട്ട് പോകുമെന്ന് വിചാരിക്കുന്നില്ല. പോയാലും ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാം. ഞാൻ അതിൽ ബൾക്ക് ക്വാണ്ടിറ്റി ഞാൻ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പേഴ്സണലായിട്ടുള്ള കാര്യം തുറന്ന് പറയും. ഓക്കെ, പക്ഷേ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഈ ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റുമായിട്ട് ആലോചിച്ചിട്ട് മാത്രമേ നിങ്ങൾ ചെയ്യുക. സ്വന്തം റിസ്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല എന്ന് വീണ്ടും പറയുന്നു. നിങ്ങൾക്ക് അപ്പോൾ ഇവിടെ ഒരു എൻട്രി നിങ്ങൾക്ക് നോക്കാം. ഫസ്റ്റ് ടാർഗറ്റ് 60 ആയിരിക്കും. ഇത് പേഴ്സണലായിട്ട് ഞാനൊരു ബോണസ് സ്റ്റോക്കാണ് എൻ്റെ ഭാഗം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് 60. നിങ്ങൾക്ക് 48 രൂപ 28 പൈസയാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ റേഞ്ച്. 48 രൂപ 28 പൈസ. ഓക്കെ, നിങ്ങൾക്ക് ഇതിനകത്തിൽ എൻട്രി എടുക്കാം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. അപ്പം എല്ലാവർക്കും ഞാൻ വീണ്ടും പറയുന്നു, താഴെ പോയെന്നും പറഞ്ഞ് നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നിങ്ങൾ ഹോൾഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ കറക്ഷനിൽ നമുക്ക് പറ്റിയ നല്ല നിങ്ങളുടെ പൈസയുടെ കനം അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റോക്കുകളിനകത്ത് നിങ്ങൾക്ക് വാങ്ങി ഹോൾഡ് ചെയ്യാം. ലോങ് ടൈമിലേക്ക് ചിലപ്പോൾ ഒരു 3-4 മാസം ചിലപ്പോൾ ഹോൾഡ് ചെയ്യേണ്ടി വരുമായിരിക്കും. കാരണം ഇപ്പോഴത്തെ കറക്ഷൻ എവിടം വരെ പോകും നമുക്കറിയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ദയവ് ചെയ്ത് ആരും നിങ്ങൾ ഇത് ഷെയർ ചെയ്യരുത് കേട്ടോ. ഈ സ്റ്റോക്സുകൾ ഞാനീ പറഞ്ഞു തരുന്നത് നിങ്ങൾ മെമ്പേഴ്സിന് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങൾ ദയവ് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യരുത്. നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക. അഥവാ അവർക്ക് വേണ്ടവർക്ക് ഇത് അവർ വന്ന് കാണട്ടെ. അവരെ നിങ്ങൾ നമ്മുടെ ചാനൽ പരിചയപ്പെടുത്തുക. ആർക്കെങ്കിലും വേണമെന്നുള്ളവർക്ക് നമ്മുടെ ചാനൽ പരിചയപ്പെടുത്തുക. അവർ മെമ്പറായി അവർ ലഭിച്ചോട്ടെ. പിന്നെ നിങ്ങൾക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ തരാം. നമ്മുടെ ഇതിനകത്തിൽ പിന്നെ പല ഇതുണ്ട്, കാറ്റഗറി ഉണ്ട്. അതിനകത്തിൽ സിൽവർ ഉണ്ട്, ഗോൾഡ് ഉണ്ട്, പ്ലാറ്റിനം ഉണ്ട്. ഓക്കെ, അപ്പം ഈ നിങ്ങൾ ഗോൾഡ് മെമ്പർ ആയെങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് കിട്ടത്തുള്ളൂ. നിങ്ങൾ പ്ലാറ്റിനം മെമ്പർ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പോർട്ട്ഫോളിയോയുടെ ലെവൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലാറ്റിനം മെമ്പർ ആയതിന് ശേഷം നിങ്ങൾ എനിക്കൊരു മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിലവിൽ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ, ഞാൻ പറയുന്നതല്ല, നിങ്ങൾ പേഴ്സണലായിട്ട് കുറേ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ, നിങ്ങൾക്ക് ആ സ്റ്റോക്കുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അതിൻ്റെ ലെവൽസോ അതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങളോ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്തിൽ പ്ലാറ്റിനം മെമ്പർ ആയതിന് ശേഷം നിങ്ങൾ എനിക്കൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റി നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ എങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി ഒരു അഡ്വൈസ് കൂടെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതൊരു ഒരു ബോണസായിട്ട് ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ അത് വേണ്ട രീതിയിൽ ചെയ്യുക. ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. താങ്ക് യു.